ചർച്ചയിൽ തീരുമോ തർക്കം? കിറ്റെക്സ് എംഡി സാബു ജേക്കബ് ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് മന്ത്രിതല ചർച്ച. വ്യവസായ, ആരോഗ്യ, തൊഴിൽ മന്ത്രിമാർ പങ്കെടുക്കും. സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പുതിയ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് പിന്മാറുന്നതായ കിറ്റെക്സിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. കിറ്റെക്സ് വിവാദങ്ങളെ പിൻപറ്റി കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന പ്രചരണം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വൈകിട്ട് വ്യവസായ, തൊഴിൽ, ആരോഗ്യമന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ബന്ധപ്പെട്ട വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആരോഗ്യ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കിറ്റെക്സിനെതിരെ നിരവധി പരാതികൾ സർക്കാർ വകുപ്പുകൾക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിശോധന നടന്നത്. ഓരോ വകുപ്പുകളും ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിശോധനകളിൽ പ്രതിഷേധിച്ച് പുതിയ പദ്ധതികൾ കേരളത്തിൽ തുടങ്ങില്ലെന്ന് കിറ്റെക്സ് എംഡി സാബു എം ജേക്കബ് അറിയിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജീവനക്കാരെ രംഗത്തിറക്കി കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കിറ്റെക്സ്. സേവ് കിറ്റെക്സ് ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് പ്രതിഷേധ ജ്വാല നടത്തും. സർക്കാരിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. കിറ്റെക്സ് കമ്പനിക്കെതിരെ മാസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നത്. തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളം നൽകുന്നു, വൃത്തിഹീനമായ ഇടങ്ങളിലാണ് ജീവനക്കാരെ താമസിപ്പിക്കുന്നത്, കമ്പനിയിൽ നിന്ന് കടമ്പ്രയാറിലേക്ക് മലിനജലം ഒഴുക്കുന്നു എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ. ആദ്യഘട്ടത്തിൽ കിറ്റെക്സ് എംഡി സാബു എം ജേക്കബ് വിമർശനങ്ങൾക്ക് മറുപടി നൽകി. എന്നാൽ പ്രചരണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ജീവനക്കാരെ രംഗത്തിറക്കുന്നത്. സേവ് കിറ്റെക്സ് എന്ന പേരിലാണ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 6 മണിക്ക് സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. രാഷ്ട്രീയ പകപോക്കലിനായി കിറ്റെക്സ് കമ്പനിയിൽ നിരന്തര പരിശോധന നടത്തുകയാണെന്നാണ് സാബു എം ജേക്കബ് ആരോപിക്കുന്നത്. നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനെ തുടർന്ന് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സാബു എം ജേക്കബിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. കിറ്റെക്സ് വിവാദം തുടരുന്നത് കേരളത്തിന്റെ വ്യവസായ സൗഹൃദ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് കിറ്റെക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് പെട്രോൾ വില വീണ്ടും വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്താകെ പെട്രോൾ വില 100 കടന്നു. പെട്രോൾ ലിറ്ററിന് 35 പൈസയാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 100 രൂപ 8 പൈസയായി. തിരുവനന്തപുരത്ത് ജൂൺ 24-നും കോഴിക്കോട്, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഇന്നലെയും പെട്രോൾ വില 100 കടന്നിരുന്നു. ഡീസലിന് ഇന്ന് വില കൂട്ടിയിട്ടില്ല. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സന്ദർശനം നടത്തുന്ന സംഘം ജില്ലാ കളക്ടറുമായും ആരോഗ്യവകുപ്പ് ഉന്നതരുമായും കൂടിക്കാഴ്ച നടത്തും. നാളെ കൊല്ലത്തും മറ്റന്നാൾ പത്തനംതിട്ടയിലും സന്ദർശനം നടത്തും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ വിലയിരുത്തും. ഡോക്ടർ രുചി ജെയിൻ, ഡോക്ടർ വിനോദ് കുമാർ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത്. വ്യാപനം കുറയാത്ത 6 ജില്ലകളിലേക്കാണ് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയച്ചിരിക്കുന്നത്. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 1 മാസമായി 10-ന് മുകളിൽ തുടരുകയാണ്. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ അനുമതി തേടി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ തുടങ്ങിയവർ നൽകിയ അപ്പീലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ തടസ്സ ഹർജിയും ഒരുമിച്ചാണ് പരിഗണിക്കുക. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് ഹർജികളെന്നും എല്ലാം ഒരുമിച്ച് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്യാനുമായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചത്. കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ തിരുവനന്തപുരം CJM കോടതി നേരത്തെ തള്ളിയിരുന്നു. CJM കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയും തള്ളി. കേസ് നിലനിൽക്കുമെന്നും ഇ പി ജയരാജൻ, കെ ടി ജലീൽ, വി ശിവൻകുട്ടി, കെ അജിത്, കെ കുഞ്ഞഹമ്മദ്, CK സദാശിവൻ എന്നിവർ വിചാരണ നേരിടണമെന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. സ്പീക്കറുടെ അനുമതിയില്ലാതെ നിയമസഭാ സെക്രട്ടറി നൽകിയ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ തുടങ്ങിയവർ വെവ്വേറെ ഹർജിയും നൽകിയിട്ടുണ്ട്.
ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയുടെ തടസ്സ ഹർജി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ജമ്മുകാശ്മീരിലെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കേരളത്തിലും തമിഴ്നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇരു സംസ്ഥാനങ്ങളിലും പ്രാദേശിക ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാനും മുന്നറിയിപ്പുണ്ട്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 27-നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നത്. കാശ്മീരിൽ തന്നെ വിവിധ ഇടങ്ങളിലായി 5-ലേറെ ഡ്രോണുകൾ കൂടി കണ്ടെത്തിയിരുന്നു. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഡ്രോൺ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയാണ് കേന്ദ്ര ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തമിഴ്നാടിനും കേരളത്തിനും മുന്നറിയിപ്പ് നൽകിയത്. താലിബാൻ അടക്കമുള്ള സംഘടനകൾ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ രഹസ്യാന്വേഷണ വിഭാഗം തള്ളിക്കളയുന്നില്ല. തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആളുകൾ പോയതും ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശ്രീലങ്കൻ തുറമുഖമായ അമ്പന്തോറ ചൈനീസ് നിയന്ത്രണത്തിലേക്ക് മാറിയതും ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണമായിട്ടുണ്ട്. കോന്നി, പത്തനാപുരം എന്നിവിടങ്ങളിൽ അടുത്തിടെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം കേന്ദ്ര ഏജൻസികൾ ഗൗരവമായിട്ടാണ് വിലയിരുത്തുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയടക്കം ഇതിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, കന്യാകുമാരി എന്നിവിടങ്ങളിലെയും തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെയും സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തെക്കൻ തീരമേഖലയിൽ നാവികസേനയും തീരസുരക്ഷാ സേനയും ജാഗ്രതയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18, ഡൽഹി. കുറ്റ്യാടിയിലെ പരസ്യ പ്രതിഷേധത്തിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയുമായി CPM. പ്രതിഷേധം തടയാത്തതിന് 3 ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരണം തേടി. കുറ്റ്യാടി MLA KP കുഞ്ഞഹമ്മദ് കുട്ടിക്കെതിരായ ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്ക് പിന്നാലെയാണ് പ്രാദേശിക നേതാക്കളോട് വിശദീകരണം തേടിയത്. കുറ്റ്യാടി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പരസ്യ പ്രതിഷേധത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് CPM. ഇന്നലെ ചേർന്ന കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി യോഗം AC അംഗങ്ങളായ 3 പേരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK മോഹൻദാസ്, KP ചന്ദ്രി, കുന്നുമ്മൽ കണാരൻ എന്നിവരോടാണ് വിശദീകരണം തേടിയത്. KP ചന്ദ്രി കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും TK മോഹൻദാസ് കുറ്റ്യാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ്. പരസ്യ പ്രതിഷേധത്തെ പിന്തുണച്ചു, പ്രാദേശിക നേതാക്കളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് റിവ്യൂവിനായി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇവർക്കെതിരെ വിമർശനമുയർന്നിരുന്നു. കുറ്റ്യാടി MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KP കുഞ്ഞഹമ്മദ് കുട്ടിക്കെതിരെ നടപടി വേണമെന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കുറ്റ്യാടിയിലെ പരസ്യ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി കീഴിലുള്ള കുറ്റ്യാടി വേളൻ ലോക്കൽ കമ്മിറ്റികളിലെ നേതാക്കളാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പരസ്യ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്ത പ്രാദേശിക നേതാക്കൾക്കും പാർട്ടി അംഗങ്ങൾക്കുമെതിരെ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാവും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ ഭാര്യയെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വീട്ടിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും കിട്ടിയതായി കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആയങ്കിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. CPMന്റെ അധോലോക മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ യുവമോർച്ച ഇന്ന് ധർണ സംഘടിപ്പിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ അരുൺ കൈപ്രം ഉൾപ്പെടെയുള്ള നേതാക്കൾ ധർണയിൽ പങ്കെടുക്കും. കോളിളക്കം സൃഷ്ടിച്ച നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. പ്രതിസന്ധിയിലാക്കിയ കേസിനെ അതിജീവിച്ച് തുടർഭരണം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടത് സർക്കാർ. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി തെളിവെടുപ്പിനെത്തിയ അപൂർവ കേസാണിത്. സ്വർണം ഒളിപ്പിച്ച നയതന്ത്ര ബാഗേജ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നത് ജൂൺ 30-ന്. സംശയത്തെ തുടർന്ന് പിടിച്ചെടുത്ത ബാഗേജ് ജൂലൈ 5-ന് തുറക്കുമ്പോഴാണ് 15 കോടി മൂല്യമുള്ള സ്വർണം പിടിച്ചെടുക്കുന്നത്. UAE കോൺസുലേറ്റ് ജീവനക്കാരനായിരുന്ന PS സരിത്തിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് കൂട്ടുപ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരിലേക്ക് അന്വേഷണം എത്തുന്നത്. സ്വപ്നയിലേക്കുള്ള അന്വേഷണം
മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വരെ എത്തി. ജൂലൈ 10 അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം ഒളിവിലായിരുന്ന സ്വപ്നയെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കസ്റ്റഡിയിലായത് സന്ദീപ് നായർക്കൊപ്പമാണ്. ഈ കേസിലെ തന്നെ കൂട്ടുപ്രതി സന്ദീപ് നായർക്കൊപ്പമാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പനേരം മുമ്പാണ് ഈ കസ്റ്റഡി വാർത്ത, കസ്റ്റഡിയിലായ അവർ പിടികൂടപ്പെട്ട വാർത്ത VS അനു, ഞങ്ങളുടെ റിപ്പോർട്ടർ, ലോകത്തെ അറിയിക്കുന്നത്. സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിയായിരുന്ന KT ജലീൽ എന്നിവരും ആരോപണ വിധേയരായി. കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് ശക്തമായി. ശിവശങ്കറിന്റെ അറസ്റ്റും ജലീലിന്റെ മൊഴിയെടുക്കലും ഉൾപ്പെടെ പിണറായി സർക്കാർ പ്രതിരോധത്തിലായ ദിവസങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന സ്വപ്നയുടെയും സന്ദീപിന്റെയും വെളിപ്പെടുത്തലുകളിൽ EDക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനം അസാധാരണ നടപടികളിലേക്ക് നീങ്ങി. ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. UAE കോൺസൽ ജനറലും അറ്റാഷയ്ക്കും പങ്കുണ്ടെന്ന് വാദിക്കുന്ന കേസന്വേഷണം നിലവിൽ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. കേസന്വേഷണം മന്ദഗതിയിലാക്കിയത് CPM BJP ധാരണയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ല ട്രാവൻകൂർ സ്പിരിറ്റ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പുറമെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടിക്ക് സാധ്യത. സ്പിരിറ്റ് വെട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പിരിറ്റ് സ്ഥാപനത്തിൽ എത്തുന്നത് മുതൽ വാഹന പരിശോധന, ഭാരപരിശോധന, മദ്യനിർമ്മാണം എന്നിവ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. റിമാൻഡിലുള്ള 3 പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ പ്രതികളെ ചൊവ്വാഴ്ച തെളിവെടുപ്പിനായി മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകും. സ്ഥാപനത്തിലെ 3 ജീവനക്കാർ ഒളിവിലാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജവാൻ റം ഉൽപാദനം ഇന്ന് പുനരാരംഭിച്ചേക്കും. ഒരു ദിവസത്തെ ബോട്ടിലിംഗിനുള്ള മദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം അനുകൂലമായതോടെ ജോലികൾ ഇന്ന് പുനരാരംഭിക്കാനാകുമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ MD യോഗേഷ് ഗുപ്ത പറഞ്ഞു. പ്രൊഡക്ഷൻ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജോർജ് ഫിലിപ്പിനാണ് താൽക്കാലിക ചുമതല. കോർപ്പറേഷൻ ഫിനാൻസ് മാനേജറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. അമ്മ കരിയില കൂനയിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ സുപ്രധാന മൊഴികൾ ഇന്ന് കോടതിയിൽ രേഖപ്പെടുത്തും. അമ്മ രേഷ്മയെ കബളിപ്പിക്കാനായി ബന്ധുക്കളായ ആര്യയും ഗ്രീഷ്മയും അജ്ഞാത കാമുകൻ എന്ന നിലയിൽ സന്ദേശങ്ങൾ അയച്ചത് മറ്റ് 2 പേർ കൂടി അറിഞ്ഞിരുന്നു. ഗ്രീഷ്മ അറസ്റ്റിലായ ശേഷം ആര്യ ഭർത്താവിന്റെ അമ്മയോടും ഗ്രീഷ്മ സുഹൃത്തിനോടുമാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇവരുടെ മൊഴി കോടതി മുൻപാകെ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോവിഡ് ബാധയായതിനാൽ രേഷ്മയെ ജയിലിൽ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. അയൽവാസിയായ 22-കാരൻ അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. എസ്റ്റേറ്റ് തൊഴിലാളികളായ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം. സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച വിദ്യാർത്ഥിയോട് പരുഷമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്ന സംഭവത്തിൽ വിശദീകരണവുമായി മുകേഷ് MLA. സംഭാഷണം റെക്കോർഡ് ചെയ്തത് കരുതിക്കൂട്ടിയാണെന്ന് മുകേഷ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഒറ്റപ്പാലം സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് പരിചയപ്പെടുത്തിയാണ് സഹായം അഭ്യർത്ഥിച്ചയാൾ മുകേഷിനോട് സംസാരിച്ചത്. കാര്യമന്വേഷിക്കാതെ പലതവണ വിളിച്ചതിന് ശകാരിക്കുന്ന MLAയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. സാർ, എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അവന്റെ ചെവുക്കുറ്റി നോക്കി അടിക്കണം. സ്വന്തം പാർട്ടി, സ്വന്തം മണ്ഡലത്തിലുള്ള MLAയുടെ നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള, വേറെ ഏതോ ജില്ലയിലുള്ള MLAയുടെ നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ എന്താ പിള്ളേര് കളിയാണോ ഇത്? സോറി സാർ. സോറി എന്നല്ല, ഇത് വെളച്ചില് ഒരാളെ ശല്യപ്പെടുത്തുക. മാപ്പ് പറഞ്ഞിട്ടും വിദ്യാർത്ഥി എന്ന പരിഗണന പോലും കൊടുക്കാതെ പരുഷമായി സംസാരിച്ച മുകേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമുയർന്നിരുന്നു. തുടർന്നാണ് MLAയുടെ വിശദീകരണം. ഫോൺ വിളിയിലൂടെ വേട്ടയാടലാണ് നടന്നതെന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മുകേഷ് കുറ്റപ്പെടുത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൻ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇത് ഈ നാട്ടിലുള്ള കുട്ടികൾ, രക്ഷകർത്താക്കള് നല്ലവരായിട്ടുള്ളവർ വിശ്വസിക്കരുത്. ഇതിനകത്ത് പക്ക രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്
ഈ സൈബർ സെല്ലിലും പോലീസിലും കമ്മീഷണർക്കും കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ഇവരെ മുന്നിൽ കൊണ്ടുവരും. അർദ്ധരാത്രിയിൽ ഫോൺ വിളിച്ചയാളെ മുകേഷ് തെറി വിളിച്ചതും മീറ്റു ആരോപണവും നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് 18 കൊല്ലം. വിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ജന്മനാട്ടിൽ സ്മാരകമൊരുങ്ങി. തലയോലപ്പറമ്പിൽ തയ്യാറാക്കിയ ആർട്ട് ഗാലറി ബഷീറിന്റെ ഓർമ്മദിനമായ ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഓർമ്മകൾക്ക് ജന്മനാട്ടിൽ ഇനി ഒരിടമുണ്ടാകും. മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പിടി കഥാസന്ദർഭങ്ങളിലൂടെ. ചിത്രങ്ങൾ മാത്രമല്ല, ബഷീർ ശില്പവും ഈ ആർട്ട് ഗാലറിയിൽ ഉണ്ട്. തലയോലപ്പറമ്പ് പാലം കടവിലെ ബഷീർ സ്മാരക സമുച്ചയം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ബഷീറിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെ കഴിഞ്ഞ ഒരു 1.5 വർഷമായി കൃഷ്ണശിലയിൽ കൊത്തി പണിത് പൂർത്തിയായി ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റോൺ ഫൗണ്ടേഷൻ കേരളയുടെ സഹകരണത്തോടെയാണ് ഗ്യാലറി ഒരുക്കിയത്. ന്യൂസ് 18 കോട്ടയം. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 102ാം ജന്മവാർഷികമാണ് ഇന്ന്. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിലെ കരുണാകര പ്രതിമയിൽ രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തും. KPCC ഓഫീസിൽ നടക്കുന്ന അനുസ്മരണത്തിന് പ്രസിഡന്റ് കെ സുധാകരൻ നേതൃത്വം നൽകും. വൈകിട്ട് കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും നടക്കും. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ MN കാരശ്ശേരി സപ്തതിയുടെ നിറവിൽ. അധ്യാപകനായി തുടങ്ങി സാംസ്കാരിക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാരശ്ശേരി അരനൂറ്റാണ്ടായി മലയാളികളുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. കോഴിക്കോട്ടെ കാരശ്ശേരി എന്ന മലയോര ഗ്രാമത്തെ മലയാളിയുടെ സാംസ്കാരിക പരിസരത്തോട് കൂട്ടിച്ചേർത്ത എഴുത്തിൻ്റെ കുലപതി 70ന്റെ നിറവിലാണ്. എഴുത്തും സാമൂഹ്യ വിമർശനങ്ങളും ഒക്കെയായി കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലങ്ങളിൽ തീപടർത്തിയ മുഹിയുദ്ദീൻ നടുക്കണ്ടി മലയാളിക്ക് MN കാരശ്ശേരിയാണ്. വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ട ഭൂമികയിൽ അരനൂറ്റാണ്ടിലധികമായി കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു കാരശ്ശേരി. മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് വിത്തുപാകിയപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾ നിരവധി. സപ്തതിയിലും വാർദ്ധക്യത്തെ മനസ്സുകൊണ്ട് പടിക്കു പുറത്തു നിർത്തിയിരിക്കുകയാണ് കാരശ്ശേരി മാഷ്. അധ്യാപനമാണെങ്കിലും എഴുത്താണെങ്കിലും പിന്നെ സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലുമൊക്കെ ഞാൻ ശരി എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തതും പറഞ്ഞൊക്കെ അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ടാവുമ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു 10 ഉറുപ്പ്യ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ ചീത്ത പറയുന്നത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയോ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. 70ൽ പരം പുസ്തകങ്ങൾ രചിച്ചു. മാപ്പിള സാഹിത്യം, മതം, മതേതരത്വം, വർഗീയത തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു രചനകൾ. ശരീഅത്തിലെ സ്ത്രീവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും തുറന്നു കാണിച്ച ഉമ്മമാർക്ക് വേണ്ടിയൊരു സങ്കടഹർജി എന്ന പുസ്തകം മതമൗലികവാദികളുടെ എതിർപ്പ് വലിയ തോതിൽ നേരിട്ടപ്പോഴും കാരശ്ശേരി മാഷ് തളർന്നില്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശരിയുടെ വഴിയിൽ തോൾസഞ്ചിയും തൂക്കി അദ്ദേഹം ഇപ്പോഴും സജീവമാണ്. ഹൃദയങ്ങളിൽ വിപ്ലവത്തിൻ്റെ തീ കോരിയിടുന്ന പ്രഭാഷണങ്ങളുമായി കാരശ്ശേരി മാഷ് അരികിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സാംസ്കാരിക പരിസരം ചലനാത്മകമാവുന്നത്. ആസാദ് മുക്കത്തിനൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി സെമി ആവേശം. യൂറോ കപ്പ് സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കം. ബുധനാഴ്ച രാത്രി കഴിഞ്ഞ് 12:30 സ്പെയിൻ ഇറ്റലിയെ നേരിടും. 1968 ശേഷം യൂറോ കിരീടമാണ് ഇറ്റലിയുടെ ലക്ഷ്യം. 4ാം യൂറോ കിരീടമാണ് സ്പെയിൻ ലക്ഷ്യമിടുന്നത്. 2ാം സെമിയിൽ ഇംഗ്ലണ്ടിന് എതിരാളി ഡെൻമാർക്കാണ്. വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞ് 12:30 മത്സരം. 1996 ശേഷമാണ് ഇംഗ്ലണ്ട് സെമിയിലെത്തുന്നത്. 29 വർഷത്തിനു ശേഷം ഡെൻമാർക്ക് വീണ്ടും ഒരു കിരീടം ലക്ഷ്യം വെക്കുന്നു.
രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.